സദസ്സിലെയും പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ വായനക്കാരെ, സ്നേഹിതരെ, ഇത്തരമൊരു വേദിയിൽ അവസാനത്തെ പ്രാസംഗികനായി സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പറയാനായിട്ട് തയ്യാറെടുത്ത് വന്ന കാര്യങ്ങളെല്ലാം മുമ്പുള്ള പ്രഭാഷകർ പല അളവിൽ വലിയ തോതിൽ പറഞ്ഞു തീർത്തു കഴിഞ്ഞു. ഇതൊക്കെ പറയാമെന്ന് വിചാരിച്ചിങ്ങനെ തയ്യാറെടുത്ത് ഓരോ ആളെ പ്രസംഗിച്ച് കഴിയുമ്പോഴേക്കും അയ്യോ ഇത് നമ്മുടെ കയ്യിൽ ഉദ്ദേശിച്ചത് പോയല്ലോ എന്നാലോചിച്ചപ്പോൾ അവസാനം ഭക്തിൻ്റെ കാര്യം കൂടെ നാരായണൻ മാഷ് പറഞ്ഞതോടുകൂടെ നമ്മൾ ഏകദേശം കാലിയായ അവസ്ഥയിൽ. പക്ഷേ വളരെ സജീവമായൊരു സംവാദമായി ഈ ചടങ്ങ് മുന്നോട്ട് പോകുന്നതിൽ വലിയ സന്തോഷം. ജയമോഹൻ രണ്ടാമത് ചേർത്ത് പറഞ്ഞ വിശദീകരിച്ച കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, നമ്മൾ കുറച്ചും കൂടി സംവാദാത്മകമായി കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും പരസ്പര ബഹുമാനത്തോടു കൂടി ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ തിരിച്ചറിയുകയും ചെയ്യും. അത് ഒരാൾ പറയുന്നതിന് പൂർണ്ണമായിട്ട് മറ്റൊരാൾ വിയോജിക്കുകയും ചെയ്യുന്നുണ്ടല്ല. ഒരു ജനാധിപത്യപരമായ സംവാദത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു സ്വഭാവമാണ് അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി കാണുക എന്നുള്ളത്. ഒരാൾ പറയുന്നതിന് അതുപോലെ മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ജയമോഹൻ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലെ ചില കാര്യങ്ങളോടൊക്കെ യോജിക്കുകയും പല കാര്യങ്ങളോട് വിയോജിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. സ്വാഭാവികമാണ്. കാരണം ജയമോഹൻ എന്നുള്ളൊരു വ്യക്തിയും നമ്മൾ മറ്റൊരു വ്യക്തിയാണ്. നമ്മൾ പല തരത്തിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. അതിൽ നമ്മൾ കൂടുതൽ വൈകാരികമായി അതിൽ പ്രതികരിക്കേണ്ടയോ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കേണ്ടതോ അല്ല. കുറച്ചും കൂടെ ഒരു സംവാദമാണ് ഇതിൽ ആത്യന്തികമായിട്ട് ലക്ഷ്യമാക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ് ഡിസ്കോഴ്സ്, സംവാദത്തിൻ്റെതായ അന്തരീക്ഷം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത സംഭവിക്കുന്നതും ഇത്തരം സംവാദങ്ങൾക്കെതിരായിട്ടാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സംവാദങ്ങളെ ജനാധിപത്യപരമായിട്ട് സ്വീകരിക്കുക, മനസ്സിലാക്കുക. എൻ.ടിയുടെ നോവലുകളുടെ ഭൂമിക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്നു. മലയാളം കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരൻ, മലയാള ഭാഷയെ ലോകത്തിൻ്റെ എല്ലാ വരികളിലേക്കും എത്തിച്ച, നേരത്തെ ജയമോഹൻ തന്നെ പറഞ്ഞു, നോർവേയിലെ ഒരു ശ്രീലങ്കൻ എഴുത്തുകാരൻ എൻ.ടിയുടെ അതിരപത്ത് വായിച്ചിട്ട് നടത്തിയ പ്രതികരണത്തെപ്പറ്റി വലിയ അഭിമാനത്തിൽ തോന്നിയ എനിക്ക്. നമ്മുടെ എൻ.ടിയെ നോർവേയിലിരുന്ന ഒരു ശ്രീലങ്കൻ എഴുത്തുകാരൻ വായിച്ച് കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളോട് താരതമ്യം ചെയ്യത്തക്ക രീതിയിൽ കലാധിപത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തും സർഗാത്മകതയും ചിന്തകളും ഒക്കെ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും പോകുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ഓരോ മലയാളിക്കും ഏത് കാലത്തും എവിടെ ചെന്നാലും അഭിമാനത്തോട് കൂടി പറയാവുന്ന രണ്ട് അക്ഷരങ്ങളായിട്ട് എൻ.ടി എന്നുള്ള ബിംബം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം നവതിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതരത്തിൽ വായിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ തോതിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന പുനർവായനകൾ നടക്കുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ നോവലും ഒരാൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വായിക്കുന്നത്. ഞാൻ വായിക്കുന്നത് പോലെ ആയിരിക്കണം മറ്റൊരാൾ വായിക്കുന്നത് എന്ന് ചാദ്യം പിടിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ വായനയുടെ രീതികളുണ്ട്. കേരളത്തിൽ നേരത്തെ ഞാൻ ജയമോഹൻ സംസാരിച്ചപ്പോൾ തന്നെ EMSൻ്റെ പേര് സൂചിപ്പിച്ചു. അത് അങ്ങനെ എളുപ്പത്തിൽ മാച്ച് കളയാൻ പറ്റുന്ന ഒരു പേരല്ല. ഞങ്ങളുടെ വായനയെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ അദ്ദേഹം സാഹിത്യകാരനോ രാഷ്ട്രീയക്കാരനോ മറ്റ് ഏത് തരത്തിലുള്ള മനുഷ്യനായാലും ഞങ്ങളിൽ നിന്ന് ഒരു തരത്തിലും മാറ്റി നിർത്താൻ കഴിയാത്തത്ര ഞങ്ങളോട് ചേർന്ന് നിന്ന ചിന്തകളാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ വിയോജിക്കുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ EMS പറയുന്നത് പൂർണ്ണമായിട്ട് അതേ രീതിയിൽ അംഗീകരിച്ച് അതേ രീതിയിൽ പോകുക എന്നുള്ളതല്ല.
വളരെ ജനാധിപത്യപരമായ യോജിപ്പുകളും വിയോജിപ്പുകളും എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച വ്യക്തി തന്നെയാണ്. ആ തരത്തിലാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നത്. എൻ ടിയുടെ കൃതികളുടെ ഒരു ആവിഷ്കാര ഭൂമിക എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമികയായിട്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ജോഗ്രഫിക്കലായിട്ടുള്ള എല്ലാ അതിർവരമ്പുകളെയും ഉല്ലംഘിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്ന എഴുത്താണ്. നേരത്തെ ഇവിടെയുള്ള ചർച്ചകളിൽ വന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വൈകാരികമായി ഉള്ള ഒരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടും വൈകാരികമായ ആവിഷ്കാരങ്ങളിലൂടെ വായനക്കാരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് കൊണ്ടും മാത്രമാണോ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വായന മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്ന് അതിനോട് വിയോജിച്ചുകൊണ്ട് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ സൂക്ഷ്മമായ വായനയുടെ തലത്തിൽ അതിഗംഭീരമായ പൊളിറ്റിക്കൽ ടെക്സ്റ്റുകളാണെന്ന് ഒരു സംശയവും കൂടാതെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാലം കൂടി. പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് എൻ ടിയുടെ കൃതികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൽ പ്രത്യക്ഷമായിട്ട് വരുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്ന സൂചനകളോ എന്നുള്ള തരത്തിലല്ല, അധികാരവുമായി ബന്ധപ്പെടുന്ന വളരെ സൂക്ഷ്മമായ തലങ്ങളിലുള്ള വ്യവഹാരങ്ങളെ പറ്റിയുള്ളൂ. ഇപ്പോൾ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ പതനവും അതിൻ്റെ അനിവാര്യമായിട്ടുള്ളൊരു ദുരന്തപൂർണമായൊരു പതനവും ആ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ജീവിതാവസ്ഥകളെയും തന്നെയാണ് ഇതൊക്കെ അഭിസംബോധന ചെയ്യും. പക്ഷേ അത് അതേസമയം തന്നെ ഒരു കാലത്തിൻ്റെ വളരെ കൃത്യമായ ഒരു ബിംബം കൂടിയാണ്. അത് വെറും വള്ളുവനാടൻ്റെ മണ്ണിൽ നടക്കുന്ന നായർ തറവാടുകളുടെ തകർച്ചയുടെ ചരിത്രമായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള വായനയിലേക്കായിരിക്കും പോകുന്നത്. അതൊരു കാലത്ത് ഈ ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള അധികാര സംവിധാനങ്ങളോടും അതിനോടുള്ള കലഹങ്ങളോടും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പുനർക്രമീകരണങ്ങളോടുമുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. ലോക സാഹിത്യത്തിന് എൻ ടിയെ പോലെ ഇത്രയും സൂക്ഷ്മമായിട്ട് നിരന്തരമായിട്ട് വായിക്കുകയും പിന്തുടരുകയും അതനുസരിച്ച് തൻ്റെ ചിന്തകളെയും തൻ്റെ നിലപാടുകളെയും തൻ്റെ ബോധ്യങ്ങളെയും നിരന്തരം പരിഷ്കരിക്കുകയും ചെയ്യുന്ന മറ്റൊരു എഴുത്തുകാരൻ കേരളത്തിൻ്റെ മണ്ണിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സൂക്ഷ്മമായിട്ട് അതിനെ പിന്തുടരുന്ന ആളാണ്. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഇതിൽ. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എഴുത്ത് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള എഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതേ തരത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലായിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. വാസ്തവത്തിൽ ഒരു ഉദാത്തമായിട്ടുള്ള സാഹിത്യകൃതി പലപ്പോഴും അതിൽ നേരിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ പറയാതെയുണ്ട് മറ്റൊരു കഥാപരിസരത്തെ പറഞ്ഞുകൊണ്ട് എന്നാൽ താൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്തിൻ്റെ ദൈവം പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വളരെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനോട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരൻ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടങ്ങളെ കണക്കാക്കിയിട്ടല്ല എഴുതുന്നത്. ഭാവിയിൽ ഒരു അക്കാഡമിക് പഠനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിനെ തിയറൈസ് ചെയ്യാന്നല്ലേ പറയുന്നത്. ഇപ്പോൾ പുതിയ അക്കാഡമിക് തലത്തിലൊക്കെ പറയുന്ന ഇതിനെ സിദ്ധാന്തവൽക്കരിക്കുന്ന പഠന രീതികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചുകൊണ്ടോ അതിൻ്റെ അംശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടോ ഒന്നുമില്ല എഴുതുന്ന സമയത്ത് ഇതൊന്നും പരിഗണനാ വിഷയങ്ങളേ അല്ല. പലപ്പോഴും അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളിലേക്ക് ഒരിക്കലും ഒതുക്കാൻ കഴിയാത്ത അതിനെല്ലാം പുറത്ത് നിൽക്കുന്ന അതിനെ തകർത്ത് കളയുന്ന എഴുത്തുകാരനാണ് എൻ ടി എന്ന് പറയുന്നത്. ഇപ്പോൾ അധ്യാപകരായിട്ടുള്ളവർ, സാഹിത്യ നിരൂപകർ, ഗവേഷകർ, അതേപോലെ മറ്റ് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നോവൽ എന്നുള്ള സാഹിത്യ രൂപം ഇന്നതാണ് എന്ന് നിർവചിച്ച് അതിന് സിദ്ധാന്തങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുമ്പോൾ സർഗാത്മകതയുടെ ചൈതന്യമുള്ള കരുത്തരായ എഴുത്തുകാർ ചെയ്യുന്നത് നിങ്ങളുടെ ഈ സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് തങ്ങളുടെ കൃതികളിലൂടെ തെളിയിക്കുന്നവരാണ്. അതിന് മലയാള ഭാഷയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് എൻ ടിയുടെ നാലുകെട്ട് മുതൽ വാരണാസി വരെയുള്ള ഏത് കൃതി എടുത്താലും ഒരു തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ ഉള്ളിലേക്കും എൻ ടിയുടെ കഥാപാത്രങ്ങളെയോ കഥാപരിസരങ്ങളെയോ അദ്ദേഹത്തിൻ്റെ കൃതികളെയോ ഒതുക്കി ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കാൻ ഈ വ്യാഖ്യാന നിർമ്മാതാക്കളെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട എന്താ കാരണം എന്ന് വെച്ചാൽ എഴുത്തുകാരൻ്റെ ഒരു സർഗാത്മകത എന്ന് പറയുന്നത്
ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വലിയ ആഘോഷകാലത്താണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കഥ എഴുതി തരാൻ പറഞ്ഞാൽ, കവിത എഴുതി തരാൻ പറഞ്ഞാലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാർ എഴുതി തരുന്നു. പക്ഷേ അത്തരം ഉപകരണങ്ങൾക്ക് കഴിയാത്ത, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന സർഗാത്മകതയുടെ ഉന്മോദമാണ് ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ, വെറും എഴുത്തുകാരനെ എന്നുള്ള ഒരു ക്രിയേറ്റീവ് റൈറ്ററെ അല്ലെങ്കിൽ ഫിക്ഷൻ റൈറ്ററെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. എൽടിയുടെ ഏത് കൃതി എടുത്താലും, ആദ്യം മുതൽ അവസാനം വരെയുള്ള ഏത് കൃതി, ഏത് നോവൽ എടുത്താലും ഇത് അതിൻ്റെ സമഗ്രതയിലും സൂക്ഷ്മതയിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ എം ഉദ്ധരിച്ച അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എൽടിയുടെ വാക്കുകൾ ഓർക്കാതെ കണ്ട് ഒരു മലയാളിക്കും നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് സേതുവിൻ്റെ വാക്കുകളാണെങ്കിലും അല്ലെങ്കിൽ അപ്പുണ്ണിയുടെയോ ഗോവിന്ദൻകുട്ടിയുടെയോ ഇവരെല്ലാം നമ്മളെപ്പോലെ ജീവിക്കുന്ന, ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ പോലെ തന്നെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന വളരെ സർഗാത്മകമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഇവർ ആ കാലത്തെ ചരിത്രത്തിനോട്, ആ കാലത്തെ രാഷ്ട്രീയത്തിനോട്, ആ കാലത്തെ മനുഷ്യ വ്യവഹാരവും മനുഷ്യനായി ബന്ധിപ്പിക്കുന്ന സകല കാര്യങ്ങളോടും വളരെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും പ്രതികരിച്ചിട്ടുള്ള ഇവരോരോരുത്തരും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങൾ ഓരോന്നും എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നന്മയൊക്കെ ഇൻവെർട്ടഡ് കോമയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാലത്ത് നന്മ മറ്റൊരു കാലത്ത് നന്മയാകണമെന്നില്ല. ഒരു ദേശത്തിലെ നന്മ മറ്റൊരു ദേശത്ത് നന്മയായിരിക്കണം. ഇതിൻ്റെയൊക്കെ ബോധ്യങ്ങൾ നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുള്ള സമയത്ത് ഈ കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ അഭിമുഖീകരിക്കേണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് വളരെ സ്വാഭാവികമായിട്ടാണ്. സമൂഹത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ, നിയമങ്ങൾക്കുള്ളിൽ, ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല അവർ പ്രവർത്തിക്കും. അതിനപ്പുറത്ത് വളരെ സ്വാഭാവികമായിട്ടൊരു കഥാപാത്രം എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ഇത്രയും സൂക്ഷ്മമായി കേരളീയ മനുഷ്യ ജീവിതത്തെ ഒബ്സർവ് ചെയ്തിട്ടുള്ള, നിരീക്ഷിച്ചിട്ടുള്ള, അതനുസരിച്ചിട്ട് തൻ്റെ കഥാപാത്രങ്ങളെ രൂപീകരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാകുന്നതും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെയും തെറ്റും കുറ്റവും ഒക്കെ കുറവുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മനുഷ്യ സമൂഹത്തെ ഏറ്റവും സൂക്ഷ്മമായിട്ട് പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ്റെ കൃതികളാണ് ഓരോ. അതിന് 10, 50, 60 ഒക്കെ വർഷം കഴിഞ്ഞ് പുതിയൊരു കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പുതിയൊരു സാധ്യതയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഇപ്പം നേരത്തെ എം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അസുലഭത്തിൽ അന്ന് പറയുന്ന വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സൂചനകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ അതിക്രൂരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നത് നമ്മൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും അസഹിഷ്ണുതയുടെ ഒരു തരത്തിലുള്ള സംവാദങ്ങൾക്കും ഇടം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. എൽടി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പ് തോന്നുന്ന സമയങ്ങളിൽ അത്തരം വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലായാലും തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലിപ്പോൾ മുത്തങ്ങ സമരത്തിൻ്റെയോ അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിൻ്റെയോ അങ്ങനെ പല സമയങ്ങളിലും വളരെ കൃത്യമായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും തനിക്ക് സമൂഹത്തിനോട് പറയാൻ ഉള്ള കാര്യങ്ങൾ അത്തരത്തിൽ പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരിട്ട് കയറി പറയുന്നവരല്ല. കഥാപാത്രങ്ങൾ താൻ ജീവിക്കുന്ന ആ കഥാപരിസരത്ത് ഒരു മനുഷ്യൻ ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ ഏത് തരത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. ഏത് ക്യാരക്ടർ നോക്കിയാലും വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ക്യാരക്ടർ. അത് ഇപ്പം മഞ്ഞ് പോലെ കവിതാത്മകമായ മനോഹരമായിട്ടുള്ള ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണെങ്കിലും ശരി, വളരെ ക്ഷോഭചടിലമായിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും ഓരോരുത്തരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ മനുഷ്യൻ എന്തായിരിക്കും പറയുക, ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക, ഏത് തരത്തിലാണ് ആ മനുഷ്യാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരിക. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയവരായതുകൊണ്ടാണ് എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ നമ്മളല്ലേ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരല്ലേ,
നമ്മൾ അത്തരമൊരവസ്ഥയിൽ കൂടെ അല്ലേ കടന്നു പോകുന്നത് എന്നൊക്കെ തോന്നും. തെറ്റായിരിക്കും. ചില സമയത്ത് നമ്മുടെ മുമ്പിൽ ശരിയെന്ന് തോന്നുന്ന ഒരു ശരി നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയും തെറ്റ് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് എന്ന വളരെ സൂക്ഷ്മമായ ആഖ്യാനങ്ങളിലൂടെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാലത്ത് എന്താണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇപ്പോൾ നാലുകെട്ട് എഴുതുന്ന, അല്ലെങ്കിൽ കാലം എഴുതുന്ന, അസുരവിത്ത് എഴുതുന്ന, അല്ലെങ്കിൽ മഞ്ഞ് എഴുതുന്ന ഒക്കെ കാലത്ത് ഈ സമൂഹത്തിൽ, കേരളീയമായ സമൂഹത്തിലോ ഇന്ത്യ രാജ്യത്തിലോ ലോകത്തിലോ നടക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തൻ്റെ കൃതികളിൽ അതിൻ്റെ സൂചനകൾ, നിങ്ങൾക്ക് ഏത് നോവലെടുത്ത് വായിച്ചാലും ഇത്തരം വളരെ കൃത്യമായ സൂചനകൾ ഓരോ ഇടത്തിലും കാണാം. അത് മനഃപൂർവ്വം അത്തരം സൂചനയായിട്ട് കൊടുത്തതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അത്തരത്തിൽ എഴുതാനുള്ള ഒരു ഒരു മഹാനായ എഴുത്തുകാരൻ്റെ കഴിവാണ് നമുക്ക് ഓരോ ഇടത്തിലും കാണുമ്പോൾ. ഇപ്പം നമുക്ക് എം.ടി. ഈ നോവലുകളുടെ ഒരു ഭൂമിക എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമൂഴത്തിൻ്റെ എഴുത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. മഹാഭാരതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് പല പ്രാദേശിക ഭാഷകളിലായി എഴുതപ്പെട്ട നിരവധി കൃതികളുണ്ട്, നോവലുകൾ തന്നെയുണ്ട്, മലയാളത്തിൽ തന്നെയുണ്ട്. പി.കെ. ബാലകൃഷ്ണൻ്റെ നോവൽ ഉൾപ്പെടെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആ നോവൽ ഉൾപ്പെടെ മറ്റ് പ്രാദേശിക ഭാഷകളിലെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഈ കൃതികളെല്ലാം പല ആംഗിളുകളിൽ ഈ കഥയെ സമീപിക്കുന്നു. ഇപ്പോൾ മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല എന്ന് ഒരു പ്രസിദ്ധമായിട്ടുള്ള ചൊല്ലുണ്ട്. അത്ര അക്ഷയഖനിയാണ് മുമ്പിലോ. അത് ഉപജീവിച്ചൊരു നോവൽ എഴുതാനുള്ള പ്രലോഭനം പലപ്പോഴും മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എം.ടിയുടെ കൃതി രണ്ടാമൂഴം മറ്റത്തരം കൃതികളിൽ നിന്ന് ഞാൻ എല്ലാം വായിച്ചിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ നിന്നല്ല പറയുന്നത്. ഞാൻ ഈ ചിത്ര ബാനർജിയുടെ ഈ ദിവ്യകരുണി എന്ന് പറയുന്ന ചിത്ര ബാനർജി ദിവ്യകരുണി എന്ന് പറയുന്ന പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞ നോവലുണ്ട്. പാലസ് ഓഫ് ഇല്യൂഷൻസിൽ ദ്രൗപദിയുടെ വീക്ഷണത്തിൽ കൂടി മഹാഭാരത കഥാവധി. അതേസമയം ഭൈരപ്പയുടെ പർവം എന്ന് പറഞ്ഞ വളരെ വലിയൊരു നോവലെടുത്താൽ വളരെ വ്യത്യസ്തമായ കന്നഡയിൽ എഴുതിയ നോവലാണ്. അതിൻ്റെ മലയാള പരിഭാഷ വന്നിട്ടുണ്ട്. മറ്റൊരു ആംഗിളിൽ കൂടി വളരെ സമഗ്രമായിട്ട് പലതരത്തിൽ കാണും. തമിഴിൽ ഇപ്പം എൻ്റെ ജയമോഹനെ പോലെ തന്നെ എൻ്റെ അടുത്ത ഒരു സുഹൃത്തായിട്ടുള്ള തമിഴ് എഴുത്തുകാരനാണ് എസ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. എസ് രാമകൃഷ്ണൻ്റെ ഉപപാണ്ഡവത്തിൽ പ്രത്യക്ഷത്തിൽ വളരെ പ്രാധാന്യമൊന്നുമില്ല എന്ന് നമ്മൾ കരുതുന്ന അപ്രധാനമായ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ കാഴ്ചയിലൂടെ മഹാഭാരത കഥയെ കാണും. ജയമോഹൻ ഇതിൻ്റെ സമഗ്രമായ വളരെ പരന്ന ഒരു കാഴ്ചയിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൊണ്ടുവരുന്നു. വൺമുരച്ചിലൊക്കെ അത്തരത്തിലുള്ള എഴുത്തിലേക്ക് കൊണ്ടുവരും ചെയ്യും. ഇതേ സമയത്ത് എം.ടി ഈ വിഷയത്തിനെ സമീപിക്കുന്നത്, രണ്ടാമൂഴത്തിൽ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ചിത്ര ബാനർജിയുടെ പാലസ് ഓഫ് ഇല്യൂഷൻസിൽ ദ്രൗപദിയുമായി ബന്ധപ്പെട്ട ആ ആംഗിളിൻ്റെ കഥ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായൊരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള എഴുത്തുകാരിയുടെ നിരന്തരമായ ഇടപെടലും രൂപപ്പെടുത്തലും ആ നോവലിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കണ്ടുപോകാം. ഭൈരപ്പ മറ്റൊരു തരത്തിലാണ്. മഹാഭാരതത്തിലെ പുതിയൊരു കാലത്ത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതും മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളും അധികാരത്തിൻ്റെ സാധ്യതകളുടെ ബിംബങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ മിത്തുകളെ, ചരിത്രത്തെ, നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിക് കൃതികളെ ഒക്കെ തന്നെ പൊളിറ്റിക്കലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത് കൂടിയൊക്കെയാണെന്നും. പക്ഷെ ആ സമയത്ത് മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഭീമൻ ഒരു മനുഷ്യനായിട്ട് ഭീമനെ കാണുകയും അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ജീവിതാവസ്ഥകളെ, ഘട്ടങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിക്കുകയും മറ്റ് ഒരു തരത്തിലുള്ള അപ്രോച്ചിലേക്കും പോകാതെ കണ്ടത് എഴുതാൻ, വളരെ സമഗ്രമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മനുഷ്യൻ്റെ ഒരു കാഴ്ച അതിൽ കുറച്ചുകൂടെ നമ്മളോട് ചേർത്ത് നിർത്തുന്നത്, നമ്മൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾക്കുണ്ടാവും. ഇപ്പം വേറെ ഒരു മുൻകൂർ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ, ഒരു എഴുത്തുകാരിയുടെ രാഷ്ട്രീയമായിട്ടുള്ളോ അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള ബോധ്യങ്ങളിൽ കുടുങ്ങി അതനുസരിച്ച് തൻ്റെ കാഴ്ചകളെ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കൃതികളുടെ
സംവേദനക്ഷമതയിൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുന്നില്ല. അപ്പം അത്തരത്തിലാണ് ഇപ്പം ജയമോഹൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു കഥ. ഇപ്പം നമ്മുടെ എഴുത്തിൽ ഒരു എഴുത്തുകാരൻ തൻ്റെ കഥാപാത്രങ്ങളെ ഏറ്റവും സ്വാഭാവികമായിട്ട് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനുഷ്യൻ ജീവിതാവസ്ഥകളിൽ ഏത് തരത്തിലാണോ പ്രതികരിക്കുന്നത് അതനുസരിച്ച് ആ കഥാപാത്രങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന ഒരു സൗന്ദര്യവും എസ്തറ്റിക്കലായിട്ടുണ്ടാകുന്നതിൻ്റെ ഒരു ബ്യൂട്ടി അതിൽ സംഭവിക്കുന്നുണ്ട്. അത് മറ്റ് കൃതികളിൽ നിന്നും ഏറെ മികച്ചതായിട്ട് രണ്ടാം മുഖത്തിനെ മാറ്റുന്നു. എൻ.ടിയുടെ എഴുത്ത് കേരളീയമായ ഒരു ഭൂമികയിൽ നിന്ന് തുടങ്ങി അതിനടുത്ത തരത്തിലേക്കും ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം കൈവരിക്കും, അതൊരു പാൻ വേൾഡ് സ്വഭാവം കൈവരിക്കുന്നതൊക്കെ വാരണാസിയിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായ സൂചനകളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് ഇനി സംസാരിക്കുന്നില്ല. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട് ഈ വേദിയിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ അവസരം ലഭിച്ചതിൽ. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം, നമസ്കാരം.